അതായത് 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങള്. ഹായ് മക്കളെ, എല്ലാവർക്കും CC+ലേക്ക് സ്വാഗതം. അപ്പൊ വെക്കേഷനൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുന്നതിന്റെ തിരക്കിലായിരിക്കും അല്ലെ? അപ്പൊ വെക്കേഷനൊക്കെ പറഞ്ഞു കഴിയാറായി, സ്കൂള് തുറക്കാനുള്ള സമയമാവാറായി. ഇനി നമ്മുടെ പുതിയൊരു അധ്യയന വർഷമാണ് അല്ലെ? ഇനി എല്ലാവരും പഠിക്കാനുള്ള ഒക്കെ തയ്യാറെടുപ്പൊക്കെ തുടങ്ങേണ്ട സമയമൊക്കെ ആയി. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇനി 10ാം ക്ലാസ്സിലേക്ക് കിടക്കുന്ന കുട്ടികൾ എന്തായി, വീട്ടിൽ എല്ലാവരും പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ടാകും. ഇതൊരു നിർണായക ഘട്ടമാണ്, നിങ്ങൾ ഫുൾ A+ വാങ്ങ്, ഇന്നതൊക്കെ വാങ്ങിത്തരാന്നൊക്കെ സ്പോൺസർ ചെയ്യുന്നുണ്ടാവും അച്ഛനും അമ്മയും. അതുപോലെ തന്നെ നമുക്ക് +1 +2 എന്ത് പഠിക്കണം എന്നുള്ള പ്ലാനിങ് വരെ എത്തി നിൽക്കുന്നുണ്ടാവും അല്ലെ? അപ്പൊ എന്തായാലും 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങി തന്നെ നമുക്ക് പാസ്സാവണം. അതിനു വേണ്ടിയിട്ടുള്ള പഠനമൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. കാരണം മെയ് പകുതിയൊക്കെ എത്തിയില്ലേ? അപ്പൊ ഇനി ജൂണിലേക്ക് പോയി കഴിഞ്ഞാല് പിന്നെ സിലബസും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമ്മൾ ഫുൾ ബിസി ആയിരിക്കും. അപ്പൊ വെക്കേഷൻ സമയത്ത് തന്നെ നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഏത് വിഷയത്തിലാണോ പിറകിൽ നിൽക്കുന്നത് ആ വിഷയത്തിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ച് മുന്നിലെത്താനുള്ള ഒരു സമയം കൂടിയാണ് ഈ മെയ് മാസം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാ നമ്മളെ നല്ല സൂപ്പറായിട്ട് പഠിക്കല്ലേ? ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ടീച്ചർ വന്നേക്കുന്നത് ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാ. എന്താണെന്നറിയാവോ? നമുക്ക് കുറെ പേർക്ക് മലയാളം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. ശരിക്കും മലയാളം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണോ? അല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഷയ. കുറെ കവിതകളും പാട്ടും കഥയും ഒക്കെ ആയിട്ട് നല്ല രസകരമായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു വിഷയമാണ് മലയാളം അല്ലെ? ആ മലയാളത്തിലെ, അതായത് 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങള് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ വരവിന്റെ ഉദ്ദേശം. അപ്പൊ എങ്ങനെയാ നമ്മൾ തുടങ്ങല്ലേ? അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് മലയാളം ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ്, മാത്സ് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട. ഞങ്ങൾ ഇവിടെ ഒരു ട്യൂഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്, ഇൻഡിവിജ്വൽ ട്യൂഷനാ. നിങ്ങൾ ഓരോരുത്തരെയും നമുക്ക് എവിടെയാണ് നിങ്ങൾക്ക് പോരായ്മ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തത് എന്താ, നിങ്ങൾക്ക് പഠിക്കാനുള്ള കൃത്യമായ സമയമൊക്കെ ആക്കി തന്ന് കളിയും പഠിത്തവും എല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുപോവാൻ ഞങ്ങൾ ഇവിടെ ഒരു ട്യൂഷൻ ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടെൻഷൻ അടിക്കണ്ട, കളിയിലൂടെ പഠിക്കാം, പഠിച്ച് നമുക്ക് മാർക്ക് നേടാം. അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഇനി ഒട്ടും സമയം കളയണ്ട, CC-ലേക്ക് ജോയിൻ ചെയ്തോ. CC-ലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ നിങ്ങൾ 9496949929 എന്നീ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഇനി 10ാം ക്ലാസ് മാത്രമാണോ? അല്ല, 9, 8, 7, 6, 1 മുതലുള്ള എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾക്ക് ഞങ്ങൾ ഇൻഡിവിജ്വൽ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. കളരി മലയാളം അറിയാത്തവർക്ക് മലയാളം പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. അതുകൊണ്ട് അതിലൊന്നും ടെൻഷൻ അടിക്കണ്ട. അപ്പൊ എല്ലാ ക്ലാസ്സുകൾക്കും ഉള്ള ട്യൂഷൻ ഇവിടെ ലഭ്യമാണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ 10ാം ക്ലാസ് കേരള പാഠാവലിയിൽ ഏതൊക്കെ പാഠങ്ങളാണ് പഠിക്കേണ്ടത് എന്നൊന്ന് പരിചയപ്പെടുത്താം. അപ്പൊ റെഡിയല്ലേ? അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പാഠാവലിയാണ്. 10ാം ക്ലാസ്സിലെ മലയാളത്തിന്റെ കേരള പാഠാവലിയിൽ എത്ര യൂണിറ്റ് ഉണ്ട്, ആ യൂണിറ്റിൽ എത്ര പാഠങ്ങളുണ്ട്, ഓരോ പാഠത്തിന്റെയും പ്രത്യേകത എന്താന്ന് ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. നല്ല അടിപൊളി പാഠാ, രസകരമായിട്ട് പഠിക്കാം, ഉത്തരം എഴുതാം, നമുക്ക് ചിന്തിക്കാം, കഥകൾ കേൾക്കാം. ഓക്കെ അല്ലേ? എന്തായാലും ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളടക്കം നോക്കാം. ഇതിലാദ്യം നമുക്ക് പഠിക്കാനുള്ള യൂണിറ്റിന്റെ പേരാണ് ഇത്, ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. നമ്മുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതില് വലിയൊരു പങ്ക് വഹിക്കുന്നത് എന്താ? നമ്മുടെ ഭാഷയാണ് അല്ലെ? നമ്മൾ ഒരാളെ ചീത്ത വിളിക്കുമ്പോ ഒരാൾ പറയുന്നത് എന്താ? അവന്റെ സംസ്കാരാണത് എന്ന് പറയാറുണ്ട്. അത് എന്തുകൊണ്ടാ? നമ്മുടെ ഭാഷയാണ് ഒരു വ്യക്തിയെ രൂപീകരിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത്. അപ്പൊ നല്ലൊരു യൂണിറ്റ്, നല്ലൊരു തുടക്കം തന്നെയാണ് മലയാളത്തിന്റെ ആദ്യ പാഠം. ഇതിൽ വരുന്ന 3 പാഠഭാഗങ്ങളുണ്ട്. അതിലൊന്ന് കഥകൾ അതിമോഹനമുണ്ട്, സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകളുണ്ട്, മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഭാഷയെ കുറിച്ച് അല്ലെ, നമ്മുടെ മാതൃഭാഷയെ കുറിച്ചിട്ടും അതുപോലെ അത് സംസ്കാരത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള 3 പാഠങ്ങളാണ് ഇവിടെ കൊടുത്തത്. ഇതിൽ ആദ്യത്തെ കഥകൾ അതിമോഹനം
എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളം പഠിക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ആര്? എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ അല്ലെ? ഈ എഴുത്തച്ഛന്റെ പാഠാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. എല്ലാ ടെക്സ്റ്റ് ബുക്കിന്റെയും യൂണിറ്റില് നിങ്ങൾ നോക്കിയാൽ ഭൂരിഭാഗവും നമുക്ക് കാണാൻ പറ്റുന്നത് എഴുത്തച്ഛൻ എന്തായാലും ഉണ്ടാവും. എന്തുകൊണ്ടാ? മലയാള ഭാഷയുടെ പിതാവായതുകൊണ്ട്. അപ്പോ ഈ എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു ഭാഗമാണ് ഈ കഥകൾ അതിമോഹനം. ഈ കഥ എന്താന്ന് നിങ്ങൾക്ക് അറിയാവോ? ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. നമ്മുടെ നീണ്ടു നിന്ന കുരുക്ഷേത്ര യുദ്ധത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. ഈ കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞ് 10ാം ദിവസം എത്തുമ്പോ കൗരവരുടെ സേനാധിപതിയായിട്ടുള്ള, കൗരവരെയൊക്കെ നിയന്ത്രിക്കുന്ന സൈന്യത്തെയൊക്കെ നിയന്ത്രിക്കുന്ന നമ്മുടെ ഭീഷ്മര് ശരശയ്യയിലായിപ്പോയി. ഇങ്ങനെ വന്ന സമയത്ത് ഇനി ആരാ ഈ സേനയൊക്കെ നിയന്ത്രിക്കുന്നത്? ആരെങ്കിലും വേണ്ടേ? ആ സമയത്താണ് അർജുനനോട്, വില്ലാളി വീരനായിട്ടുള്ള അർജുനനോട് ഏറ്റുമുട്ടാൻ ധൈര്യമുള്ള, അതായത് ജനിക്കുമ്പോൾ തന്നെ കവചകുണ്ടലങ്ങളോട് കൂടി ജനിച്ച കർണനെ കുറിച്ച് ഓർമ്മ വരുന്നതും അങ്ങനെ കൗരവരിൽ മൂത്തവനായിട്ടുള്ള ദുര്യോധനൻ കർണനെ ചെന്ന് കാണുന്നതും ഈ കാര്യം അറിയിക്കുന്നതുമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഇത് കഥകൾ അതിമോഹനം. ഞാനിങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ ഇതത്ര ബുദ്ധിമുട്ടാണെന്നൊന്നും വിചാരിക്കണ്ട. വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പാഠാണ് ആദ്യം കൊടുത്തേക്കുന്നത്. മലയാള ഭാഷയെ ഇന്നത്തെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതിലെ എഴുത്തച്ഛന്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാലോ. അപ്പോ എഴുത്തച്ഛൻ്റെതാണ് ഒന്നാമത്തെ കൃതി. ഇനി രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ള പാഠാണ് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ. ഇതും വളരെ രസകരമായിട്ടുള്ള അടുത്തതാ. ഉണ്ണായി വാര്യർ എന്ന് കേട്ടിട്ടുണ്ടോ? മലയാളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്നത് ഏതാ? ഈ ഉണ്ണായി വാര്യരുടെ ആട്ടക്കഥാ വിഭാഗത്തിൽ പെടുന്ന നളചരിതാണ്. അപ്പൊ ഈ നളചരിതം എന്ന് പറഞ്ഞ ആരുടെ കഥയാ? നളന്റെയും ദിവാകരന്റെയും. 8ാം ക്ലാസ്സിലും 9ലും ഒക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗമാണ് 10ൽ പഠിക്കാനുള്ളത്. നളനും ദിവാകരനും തമ്മിലുള്ള ഒരു പ്രണയത്തിന്റെ, സ്നേഹത്തിന്റെ കഥയാണ് ഇത്. അപ്പൊ നളന് ദമയന്തിയോട് ഭയങ്കര ഇഷ്ടായി, ദമയന്തിക്ക് തിരിച്ചു. പക്ഷെ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ വാട്സപ്പോ ഫേസ്ബുക്കോ എന്തേലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഇത് അറിയിക്കണല്ലോ. ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ നടക്ക, എന്റെ ഈ പ്രണയം ആരെ അറിയിക്കണം? എനിക്ക് ദമയന്തി അറിയിക്കണ്ടേ? എങ്ങനെ അറിയിക്കും? അങ്ങനെ നോക്കുന്ന സമയത്താണ് സ്വർണ്ണ നിറമുള്ള, സ്വർണ്ണ വർണ്ണമുള്ള ആരെ കാണുന്നത്? ഒരു അരയന്നത്തെ കാണുന്നത്, ഹംസത്തെ കാണുന്നത്. അങ്ങനെ ഈ അരയന്നത്തെ മെല്ലെ പോയിട്ട് ആര് പിടിക്കാ? നളൻ അതിനെ ഇങ്ങനെ പിടിച്ചെടുക്കുന്നതാണ് ഇതിലെ ഭാഗം. സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ അല്ലെ? പ്രകൃതിയിൽ ഇങ്ങനെ പറന്നു നടന്ന് ആഘോഷിക്കുന്ന ഒരു പക്ഷിയാണ് എന്ത് ചെയ്തത്? പെട്ടെന്ന് പോയി പിടിച്ച് നമ്മൾ അതിനെ ഒരു ദൂതനാക്കി മാറ്റിയേക്കുന്നത്. അപ്പൊ ഹംസവും നളനും തമ്മിലുള്ള ഒരു സംഭാഷണത്തെയാണ് നമുക്കിതില് കൂടുതലായിട്ട് കാണാൻ പറ്റുക. ഇനി മൂന്നാമത്തതാണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തമിഴ് സിനിമ കാണുന്നവർക്ക്, അതുപോലെ മലയാളത്തിലെ പാണ്ടിപ്പട, ദിലീപിന്റെ ഒക്കെ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് പ്രകാശ് രാജിനെ അറിയായിരിക്കുമല്ലോ. ഈ പ്രകാശ് രാജ് എഴുതിയിട്ടുള്ള, തമിഴിൽ എഴുതിയിട്ടുള്ള ഒരു കഥയുടെ വിവർത്തനമാണ് ഇത് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. ഇപ്പൊ പ്രകാശ് രാജ് ഭാര്യയും മക്കളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്? ഒന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവാ ഒരു പച്ചക്കറി കടയില്. അപ്പൊ പച്ചക്കറി കടക്കാരനോട് മക്കളോട് പറയാണ്, നിങ്ങൾ വേണ്ടുന്ന സാധനമൊക്കെ വാങ്ങിക്കോ എന്ന് പറയുന്ന സമയത്ത് മക്കൾ അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇംഗ്ലീഷ് പറയുമ്പോ കച്ചവടക്കാരനെ അറിയാവോ? പഠിച്ചിട്ടുണ്ടോ? അത്രയും ഇല്ല. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഈ കച്ചവടക്കാരൻ. ഇത് കണ്ടപ്പോ പ്രകാശ് രാജിന് ദേഷ്യം വരാൻ തുടങ്ങി. അപ്പൊ പ്രകാശ് രാജ് പറയുന്നത് എന്താണെന്നറിയാവോ? നമ്മുടെ മാതൃഭാഷയിൽ പറഞ്ഞു കൊടുക്ക്. അപ്പൊ മാതൃഭാഷ അറിയോ മക്കൾക്ക്? ഇല്ല. അങ്ങനെ വരുന്ന സമയത്തുണ്ടായ ആ ഒരു ചിന്തയുടെ പുറത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഒരു കഥയായിരുന്നു തമിഴിൽ ഇത്. ഇതിനെ എന്ത് ചെയ്തു? മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണ്, മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തൊരു കൃതിയാണ്. അപ്പൊ എവിടെ പോയാലും നമുക്ക് എന്ത് ഭാഷകൾ അറിയാമെങ്കിലും നമ്മുടെ വള്ളത്തോൾ പറഞ്ഞതുപോലെ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷതൻ. നമ്മുടെ ഭാഷയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം ഉപയോഗിക്കാം. ഇന്ന് പല സ്കൂളിലും മലയാളം പറഞ്ഞാൽ ഫൈനാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ സംസ്കാരത്തെ, നമ്മള് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ നിലനിർത്തുമ്പോ അവിടെ എപ്പോഴും എന്ത് വേണം? നമ്മുടെ മാതൃഭാഷയ്ക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന 3 ഭാഗമാണ്, അല്ലെങ്കിൽ 3 പാഠഭാഗമാണ്
നമുക്ക് ഈ ഒരു യൂണിറ്റിലെ പഠിക്കാനുള്ളത്. നിങ്ങൾ എല്ലാരും മൈ ബോസ് സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ, ദിലീപിന്റെ. ഈ മൈ ബോസ് സിനിമയില് നമ്മുടെ മമത ദിലീപിനെ നന്നായിട്ട് ചീത്ത പറയുന്ന ഒരു രംഗമുണ്ട്. ഇത് കഴിയുമ്പോ നമ്മുടെ ദിലീപ് എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ടോയ്ലറ്റ് പോയിട്ട് ഈ പറയുന്ന മമതയെ പച്ച മലയാളത്തില് ചീത്ത വിളിച്ചിട്ട് ഹായ് സമാധാനം കിട്ടിയെന്നും പറഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു സീന് കൂടി ഉണ്ട്. ഇത് എന്താ അവിടെ നോക്കുന്നേ? അവിടെ മാതൃഭാഷയിൽ ഒരു ചീത്ത വിളിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മാതൃഭാഷ വേണം. നമുക്ക് പനിയായിട്ടിരിക്കുമ്പോ അല്ലെങ്കിൽ നമുക്ക് വയ്യാതിരിക്കുമ്പോ നമ്മുടെ അമ്മ വന്നിട്ട് മോനെ നീ സുഖല്ലേ, കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുന്നതും ആർ യു ഓക്കെ എന്ന് ചോദിക്കുന്നതും രണ്ടും രണ്ട് വ്യത്യാസമില്ലേ? അപ്പൊ ഇത്തരത്തില് നമ്മുടെ മാതൃഭാഷ നമുക്ക് പറയാനുള്ള കാര്യങ്ങള്, മനസ്സിലാക്കാനുള്ള കാര്യങ്ങള്, അല്ലെ, നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു ഇടപെടലിനെ, ചുറ്റുപാടുകളെ മനസ്സിലാക്കാനും ഒക്കെ തന്നെ മാതൃഭാഷ ആവശ്യമാണ് എന്ന് തെളിയിക്കുന്ന 3 പാഠങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് തൊട്ടടുത്ത യൂണിറ്റിലേക്ക് നോക്കാം. ഈ തൊട്ടടുത്ത യൂണിറ്റ് എന്താ? ഉള്ളിലാണ് എപ്പോഴും ഉണ്മതാൻ എന്ന പോൽ, അല്ലെ? ഉള്ളിലാണ്. നമ്മൾ പറയാറുണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല, അഴകുള്ള ചക്കയിൽ ചുളയില്ല. കേട്ടിട്ടുണ്ടോ ഈ ശൈലി? എന്താ ഇത്? നമ്മൾ പുറമേന്ന് കാണുന്ന പോലെയല്ല, നമുക്ക് എപ്പോഴും എന്താ അറിയേണ്ടത്? ഉള്ളിലാണ് അറിയേണ്ടത്. അവരുടെ ഉള്ള എങ്ങനെയാണ് എന്ന് പറയാറുണ്ട്. അത്തരത്തിലെ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയാറില്ലേ? അപ്പൊ ഉള്ള സമയത്ത് നമ്മൾ അതിനെ കാണാതെ പോകുന്നതും അത് ഇല്ലാത്തപ്പോ അതിന്റെ വില അറിയുന്നുണ്ട് എന്നുള്ളതും, പുറമേന്ന് കാണുന്നത് പോലെ നമ്മൾ ഒരിക്കലും ഒരാളെ വിലയിരുത്തരുത് എന്ന തരത്തിലൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ആണ് രണ്ടാമത്തെ യൂണിറ്റ്. അതിൽ വരുന്നത് 3 പാഠങ്ങളാണ്. ഒന്ന് റെസിഡന്റ് എഡിറ്റർ, ഒരു പത്രപ്രവർത്തനം ഹാസ്യമായിട്ട് നമ്മുടെ VKN എന്ന് പറയുന്ന ഹാസ്യ രൂപത്തില് ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന എഴുത്തുകാരനാണ്. അപ്പൊ പത്രമേഖലയിൽ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അതിനെയൊക്കെ വിശദീകരിക്കുന്ന റെസിഡന്റ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. പിന്നെ അന്നന്നത്തെ മോക്ഷം, PN ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയതാണ് അന്നന്നത്തെ മോക്ഷം. അത് നിങ്ങളും ഞാനും ഉൾപ്പെടെയുള്ള നമുക്ക് എല്ലാവർക്കും വേണ്ടി എഴുതപ്പെട്ട ഒരു കൃതിയാണ്. നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇപ്പൊ വെക്കേഷൻ ആണ്, നിങ്ങൾ കളിക്കാനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്തിന്റെ മുന്നിലായിരിക്കും? ഉറപ്പായിട്ടും ഫോണിന്റെ മുന്നിൽ ഉണ്ടാകും, അല്ലെ? ഫോൺ ഉണ്ട്, TV ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ലാപ്പ് ഉണ്ട്. ഇതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത്. പുറത്തിറങ്ങിയ വെയിലല്ലേ, അപ്പൊ വീട്ടിലിരുന്ന ഇത് തന്നെയാണ് നല്ലതെന്ന് തോന്നും. അപ്പൊ നമ്മൾ ഏറ്റവും വലിയ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? ലൈക്ക് അടിക്കും, കമന്റ് ഇടും, ഷെയർ ചെയ്യും, അല്ലെ? ഞാനൊരു സാധനം കണ്ടു, അതെനിക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എന്റെ സുഹൃത്തിന് ഞാനത് ഷെയർ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചെയ്യാറില്ലേ? ഇതിനെ കുറിച്ചാണ് ആര് പറയുന്നത്? അന്നന്നത്തെ മോക്ഷം. ഇപ്പൊ PN ഗോപികൃഷ്ണൻ പറയുന്നത് എന്താ? നമുക്ക് ഈ ചുറ്റുപാടിനെയും പ്രകൃതിനെയും ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വിരല് മതി. ഒരു ലൈക്ക്, ഒരു കമന്റ്, ഒരു ഷെയർ. നിങ്ങൾക്ക് എന്തായാലും പഠിച്ചാൽ ഇഷ്ടപ്പെടുന്ന ഒരു പാഠാണ് അത്. ഇനി മൂന്നാമത്തെ നോക്കിക്കേ, തേൻ എന്ന് പറയുന്ന ഒരു പാഠം കൊടുത്തിട്ടുണ്ട്. ഈ തേൻ എന്ന് പറയുന്നതും ഇതുപോലെ നല്ലൊരു കഥയാട്ടോ ഈ തേൻ്റെത്. അതായത് നമ്മുടെ പ്രകൃതിയില് യൂസഫ്, യാക്കോബ് എന്നൊക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്ന 2 പേരെ കുറിച്ചിട്ടും അവരിങ്ങനെ കാട്ടിലൂടെ ലയിച്ചു നിൽക്കുന്ന ചില മനുഷ്യരുടെ, പച്ചയായ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന ഒരു കഥയാണ് തേൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞതില് ബോറടിക്കാൻ മാത്രമായിട്ട് ഒന്നുമില്ല. പിന്നെ പത്രപ്രവർത്തനത്തിലൊക്കെ നിങ്ങൾക്ക് പത്രം എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുവാണെങ്കിലും അവിടെ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അതെങ്ങനെയാണ് പുറം ലോകത്തേക്ക് എത്തുന്നത് ഇതിനൊക്കെ കൂടി ചർച്ച ചെയ്യുന്ന ഒരു കൃതിയാണ്. അപ്പൊ മൊത്തത്തില് നല്ല അടിപൊളി പാഠങ്ങളാണ് ഈ 2 യൂണിറ്റില്. ഇനി നമുക്ക് മൂന്നാമത്തെ യൂണിറ്റ് നോക്കാം. വിസ്തൃത ലോക വിധാനത്തിൽ, വിസ്തൃതമായിട്ടുള്ള ലോകത്തിന്റെ വിധാനത്തിൽ എന്ന് പറയുന്ന യൂണിറ്റിൽ വരുന്നത് 3 പാഠാണ്. ഒന്ന് മണ്ണും മനുഷ്യനും, പിന്നെ ഒന്ന് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. ഇതിലെ മണ്ണും മനുഷ്യൻ എന്ന് പറയുന്നത് കഥകളുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന T പത്മനാഭന്റെ കൃതിയാണ് മണ്ണും മനുഷ്യനും, കേട്ടോ. അതായത് ഈ മനുഷ്യന്മാർ എങ്ങനെയാണ് മണ്ണിനെ നോക്കിക്കാണുന്നത്, നമ്മുടെ ഭൂമിയെ നോക്കിക്കാണുന്നത്. നമുക്ക് ഇന്ന് വെറും മരം, ഭൂമി, മണ്ണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുന്ന സാധനങ്ങളെ പോലെയാണ്, അല്ലെ? എന്നാ നമ്മുടെ അച്ഛന്മാർക്ക് ഈ മണ്ണ് എന്നൊക്കെ പറയുന്നത് വേറെ ഒരു വികാരല്ലേ അച്ഛനും അമ്മക്കൊക്കെ. ഇനി അതിന്റെ മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ ഈ ഭൂമിയെ പറ്റിയോ ഈ മണ്ണിനെ പറ്റിയോ ഇതിനു മുന്നേ ഇവിടെ എന്താ ഉണ്ടായതെന്നൊന്നും
എന്ന് ചോദിച്ചു നോക്കിക്കേ, അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇതുപോലെ ടി പത്മനാഭൻ എന്ന് പറയുന്ന ഒരു കഥാകൃത്ത് മണ്ണിനെ കാണുന്നത്, വ്യത്യസ്തത പുലർത്തുന്ന ഓരോ തലമുറയിലും അവരെങ്ങനെയാണ് ഈ ഭൂമിയെ, ഈ സമൂഹത്തെ കാണുന്നത് എന്ന് പറയുന്ന ഒരു കഥയാണ്. ഇനി അടുത്തതോ, ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന് പറയുന്നത്, ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന് പറയുന്നത് നമ്മുടെ പി രാമചന്ദ്രൻ എഴുതിയിട്ടുള്ള കപടമായിട്ടുള്ള പ്രകൃതി സ്നേഹം. അതായത് ഇപ്പോ ഇന്ന് മഴ പെയ്യുന്നു, ഇന്ന് മഴ പെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, വേഗം ക്യാമറ എടുത്ത് ഓണാക്കി 2 ക്ലിക്ക് അതെടുത്ത് സ്റ്റാറ്റസ് ഇടാറില്ലേ? ഒരു പൂ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോ നമ്മൾ ഓടിപ്പോയി ആ പൂവിന് ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നില്ലേ? അല്ലെങ്കിൽ നമ്മൾ അത് ഏതിലെങ്കിലും ഷെയർ ചെയ്യുന്നില്ലേ? നമ്മൾ ഒരു ടൂറ് പോകുമ്പോ നമ്മൾ ഈ ചുറ്റുമുള്ളതൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നേ? അതിനെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അതിനെ അപ്ലോഡ് ചെയ്ത് വെക്കുന്നു. ഇത്തരത്തിലുള്ള കപട സ്നേഹത്തെ കുറിച്ച്, പ്രകൃതിയിൽ നിങ്ങൾ എന്തിനാ ടൂർ പോകുന്നത്? നിങ്ങൾ എൻജോയ്മെന്റ് ചെയ്യാനാണ് അല്ലെ? മറിച്ച് നിങ്ങൾ ഈ വെള്ളച്ചാട്ടം കാണുമ്പോ അതിന് നിങ്ങൾ നോക്കി നിൽക്കാറുണ്ടോ? അതിൽ നിങ്ങൾ സന്തോഷിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ അതിൽ കുറച്ചു നേരം കളിക്കും, കുറച്ച് ഫോട്ടോ എടുക്കും, തിരിച്ചു വരും, ഇല്ലേ? ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന കൃതിയാണ്. എഴുത്തുകാരൻ ഒരു പ്രകൃതിയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല പച്ച പുല്ലും മരങ്ങളും ഒക്കെ കണ്ടപ്പോ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് എന്ത് ചെയ്തു, നമ്മുടെ ഫേസ്ബുക്കിൽ ഒന്ന് അപ്ലോഡ് ചെയ്തപ്പോ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും, നമ്മുടെ 7 വൻകരകളിൽ നിന്നും, വീടിന്റെ തൊട്ടടുത്തുള്ള ആളും ഒക്കെ തന്നെ അതിന് കമന്റ് ഇട്ടു. വാവ്, സൂപ്പർ ആയിട്ടുണ്ട്, നൈസ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമന്റുകൾ വരുമ്പോ ഇത് പ്രകൃതിയോടുള്ള ശരിക്കൊരു സ്നേഹമാണോ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പാഠമാണ് എന്ത്, ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. ഇനിയോ, വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന് പറയുന്നത് നമ്മുടെ സാറാ ജോസഫിന്റെ കൃതിയാണ് കേട്ടോ. സാറാ ജോസഫ് എഴുതിയതാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന് പറയുന്നത്. അപ്പൊ ആദി എന്ന് പറയുന്ന ഒരു നോവലിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു ഭാഗമാണ്. നല്ല സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമവും അതിനെ മനുഷ്യൻ എങ്ങനെ നശിപ്പിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കൃതി. ഇനി അടുത്ത യൂണിറ്റ് നോക്കിയേ, 4ാമത്തെ യൂണിറ്റ് ആണ് പിറന്ന നാടിന്റെ പെരുമയിൽ ദേശവും എഴുത്തും. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ എങ്ങനെ ഓരോ ദേശത്തിലേക്കും കൊണ്ടുപോവുക ചെയ്യുന്നത്. അതായത് ഒരുപാട് എഴുത്തുകാര് അവരുടെ ഗ്രാമവും അതിന്റെ പവിത്രതയും അതിന്റെ ഭംഗിയും ഒക്കെ വിവരിക്കുന്ന ഒരു പാഠം. ഇനി ആലപ്പുഴ വെള്ളം എന്ന് പറയുന്ന അനിത തമ്പിയുടെ പാടാണ്. ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ആലപ്പുഴയും അവിടുത്തെ ആലപ്പുഴ ജില്ലയുടെ പ്രത്യേകതയും അവിടുത്തെ നദികളെ കുറിച്ചും തടാകങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന കൃതിയാണ്. എഴുത്തുകാരി വെള്ളം എന്ന് പറയുന്ന പദത്തിന് പകരം ജലം എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നതും ഈ ജലവും വെള്ളവും തമ്മിലുള്ള വ്യത്യാസം എന്താന്നൊക്കെ അറിയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ പാഠം വായിച്ചു നോക്കിയാൽ മതി. 3ാമത്തെ യൂണിറ്റ് ആണ് മുരിങ്ങാമരത്തോപ്പ് അല്ലെ? മുരിങ്ങ, എല്ലാവർക്കും മുരിങ്ങയൊക്കെ അറിയാലോ. അപ്പൊ ഈ ഒരു പാഠം വായിക്കുമ്പോ നമ്മൾ ഇങ്ങനെ ഗ്രാമത്തിലേക്ക്, നമ്മൾ കാണാത്തതും ഇനി നമ്മുടെ പണ്ട് നമ്മൾ ചെറുതാക്കിയപ്പോ ഒക്കെ ഉണ്ടായിരിക്കുന്ന ഗ്രാമമൊക്കെ ഉണ്ടാവില്ലേ, അതിലൂടെ ഒക്കെ നമ്മളൊരു യാത്ര ചെയ്യുന്ന പോലെ തോന്നും. കണിക്കൊന്ന, കുറെ മരങ്ങള്, മന്ദാരങ്ങള്, അതുപോലെ മുരിങ്ങ, പ്ലാവ്, തെങ്ങ്, ഇതൊക്കെ കൂടി നിൽക്കുന്ന ആ ഒരു യാത്രയില്, ആ ഒരു വഴികളിലൂടെയുള്ള ഒരു യാത്ര, പഴയ കാലഘട്ടത്തിന്റെ ഒരു പ്രതീതി ജനിപ്പിക്കാൻ പറ്റുന്ന ഒരു പാടാണ് ഇത്. ഇനി ലാസ്റ്റ് യൂണിറ്റ് ആണ് ഉലകിന്നുയരാം ഉണർവുകൾ. നമ്മൾ എന്തോരം ഉണർന്നിരിക്കുന്നു അല്ലെ? ഇപ്പൊ നമ്മൾ എന്താ, പണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സംഭവമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തെ പത്രം വരണം, എന്താ സംഭവിച്ചെന്നറിയാൻ. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, വിരൽത്തുമ്പിലാണ് വിജ്ഞാനം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഫോൺ ഒന്ന് തുറന്നാല് ഇപ്പൊ നടക്കുന്ന കാര്യം പോലും നമുക്കത് എന്താണ് എന്നുള്ളത് കിട്ടുന്നുണ്ടല്ലേ. അപ്പൊ ഇത്രയൊക്കെ നമ്മൾ ഉയർന്നിട്ടും ബഹിരാകാശത്ത് പോലും എത്തിയിട്ടും നമ്മുടെ ചിന്തകളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ടല്ലേ. 2 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങാനും ആണെന്ന് തോന്നുന്നു, ഒരു പ്രൊഫസറുടെ ഭാര്യയൊക്കെ വീണ്ടും പുനർജന്മം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് മക്കളെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബലി കൊടുത്ത കഥയൊക്കെ പേപ്പറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഇപ്പോഴും കുറെ വിശ്വാസങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാലം എത്ര വളർന്നാലും ചിന്താഗതിയിലും മനുഷ്യരുടെ ജീവിതത്തിലും കുറെ മനുഷ്യരിലൊന്നും മാറ്റങ്ങൾ വന്നിട്ടില്ല. അവരെ കാണിക്കുന്ന 2 പാടാണ്
പ്രയാണം എന്ന് പറയുന്നതും നരബലി എന്ന് പറയുന്നതും. ഈ നരബലി എന്നൊക്കെ പറയുന്ന പാഠം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ബഹിരാകാശത്ത് ഇരുന്ന് ആ പേടകത്തിൽ ഇരുന്നു കൊണ്ട് കമ്പ്യൂട്ടറുമായിട്ട് സംവദിക്കുന്ന, ഇന്ന് നിങ്ങൾ ജെമിനി ChatGPT-യോടൊക്കെ സംവദിക്കുന്നില്ലേ, അതുപോലെ സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തും ഈ നരബലിയൊക്കെ നടക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന കൃതികളാണ്. ചുരുക്കി പറഞ്ഞാല് ഒരു 5 യൂണിറ്റ് ഉണ്ട്. 5 യൂണിറ്റിനകത്ത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കൂടുതൽ ചിന്തിക്കാൻ പറ്റുന്ന പാഠഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെറിയൊരു വിവരം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, വിവരണം മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഇതിനെ കൂടുതലായിട്ട് അറിയണം, പഠിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ ഇത്രയാണ് നമ്മുടെ കേരള പാഠാവലിയിലെ പാഠം എന്ന് പറയുന്നത്. 5 യൂണിറ്റ് ഉണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ലഘു വിവരണം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ വീണ്ടും പെടുത്തുവാണ്. അപ്പൊ പഠിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. ജൂണിൽ സ്കൂൾ തുറക്കും, ഏതാണ്ട് മെയ് പകുതിയൊക്കെ ആവാറായില്ലേ. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, കളി മാത്രം പോരാ, പഠനം കൂടി വേണം. അപ്പൊ കളിയിലൂടെ പഠിക്കാം, രസകരമായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് CC+ൽ ജോയിൻ ചെയ്തോളൂ. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്ക് എവിടെയാണ് നമ്മുടെ മിസ്റ്റേക്ക് എന്ന് കണ്ടെത്തി മനസ്സിലാക്കി അത് തിരുത്തി പഠിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ചൊക്കെ വിവരങ്ങൾ അറിയണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ടാകും. അതോടൊപ്പം തന്നെ അക്ഷരങ്ങൾ അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബേസ് എന്ന മുതൽ പഠിപ്പിച്ചു കൊടുക്കാനും ഇവിടെ ബാച്ചുകൾ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ഒട്ടും സമയം കളയണ്ട, CC-ൽ ജോയിൻ ചെയ്യാം. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.